ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തീരമാലകളും ആർത്തിരമ്പും നേരത്തും യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തീരമാലകളും ആർത്തിരമ്പും നേരത്തും വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പദവിയിലും സമ്പത്തിലും കുടുംബ പാരമ്പര്യത്തിലും ഒക്കെ പ്രശംസിക്കുന്നവരാ മിക്കവരും. സ്വയനീതിയിൽ പ്രശംസിച്ചുകൊണ്ട് ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോയ പരീക്ഷനെക്കുറിച്ച് ലൂക്കോസ് 18-9 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷൻ പറയുന്നത്, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം പേരെ പോലെയോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ. സ്വയനീതിയിൽ പ്രശംസിച്ച പരീക്ഷൻ മടങ്ങിപ്പോയത് നീതീകരിക്കപ്പെടാതെയാണ്. നിത്യജീവൻ നേടണം എന്നുള്ള ആഗ്രഹത്തോട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന സാമ്പത്തികമായി ഉന്നതി ഉള്ള ഒരു പ്രമാണി, അവനോട് കർത്താവ് പറഞ്ഞു, നിന്റെ പ്രശംസാ വിഷയമായ ധനം വിറ്റ് ദരിദ്രർക്ക് പകുത്തു കൊടുക്കുക. തൻ്റെ സമ്പത്ത് വിറ്റുകളയണം എന്ന കർത്താവിൻ്റെ മറുപടി അവനെ ദുഃഖിപ്പിച്ചു. ലൂക്കോസ് 18:22 മുതൽ 23 വരെ. ഈ പരീക്ഷനെ പോലെയും ധനവാനായ പ്രമാണിയെ പോലെയും പലതിലും സ്വയം പ്രശംസിക്കുന്നവരല്ലേ വിശ്വാസി എന്നഭിമാനിക്കുന്ന നാമം. മറ്റുള്ളവർ തന്നെക്കുറിച്ച് പറയുന്ന പ്രശംസാ വാക്കുകൾ കേട്ട് അതിൽ സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ തയ്യാറാകാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹെരോദാവ്. രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് പ്രസംഗിച്ച ഹെരോദാവിനെ പുകഴ്ത്തിക്കൊണ്ട് ജനം പറഞ്ഞു, നാം കേൾക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമാകുന്നു. തന്നെ ദൈവത്തിന് സമമാക്കി പുകഴ്ത്തിയത് കേട്ട് ഹെരോദാവ് സന്തോഷിച്ചു. പുകഴ്ത്തിയ ജനത്തെ വിലക്കുന്നതിനോ ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്ന് പറയുന്നതിനോ ഹെരോദാവ് തയ്യാറായില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ദൂതൻ ഹെരോദാവിനെ അടിച്ചു എന്നും അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടുവെന്നും പ്രവൃത്തി 12-20 മുതൽ വാക്യങ്ങളിൽ വായിക്കുന്നു. മറ്റുള്ളവർ പ്രശംസ ആഗ്രഹിക്കുകയും അതിൽ സന്തോഷിക്കുകയും എല്ലാ പുകഴ്ചയും മഹത്വവും ദൈവത്തിന് നൽകാതെ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ഗതി ഹെരോദാവിൻ്റേത് തന്നെയാണ്. യാക്കോബ് പറയുന്നത്, നിങ്ങൾ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. 4:16. പ്രശംസിക്കുവാൻ ധാരാളം സംഗതി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസായി രൂപാന്തരപ്പെട്ട ശൗൽ. യഹൂദമതത്തിലെ അറിയപ്പെട്ടിരുന്ന ഒരു റബി. അവൻ പൗലോസായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറയുന്നത്, എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാൾ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3:4 മുതൽ 7 വരെ. ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും കാണുകയും ഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ലോകപ്രകാരമുള്ള തൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും പദവികളും പുകഴ്ചയും ഒന്നുമില്ല എന്ന് കാണുവാൻ പൗലോസിന് കഴിഞ്ഞു. പൗലോസ് പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 6:14. ക്രിസ്തുവിൻ്റെ മഹത്വം കാണുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ലോകത്തിലെ സകല ശ്രേഷ്ഠതകളും പ്രശംസകളും ചപ്പെന്നും ചവർന്നും എണ്ണുവാൻ കഴിയൂ.
ഗലാത്യർ 6:17 പൗലോസ് പറയുന്നത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം ബ്രാൻഡ് മാർക്ക് ഓഫ് ജീസസ് എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്നാണ്. ഈജിപ്തിലുണ്ടായിരുന്ന ഹെർക്കുലൂസിൻ്റെ ക്ഷേത്രത്തിൽ ഒരാൾ അഭയം പ്രാപിക്കുന്ന സമയത്ത് ആളിൻ്റെ ദേഹത്ത് ക്ഷേത്രം വക ഒരു മുദ്ര പതിപ്പിക്കുമായിരുന്നു. ഈ മുദ്രയെ വിശുദ്ധ ചൂടടയാളം എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഈ അടയാളം ദേഹത്ത് വഹിക്കുന്ന ആൾ പിന്നെ ദേവൻ്റെ സ്വകാര്യ സ്വത്താണ്. പിന്നെ ആർക്കും അവനെ ഉപദ്രവിക്കുവാനോ അടിമയാക്കുവാനോ സാധിക്കില്ല. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇനി മറ്റാർക്കും എന്നിൽ അവകാശമില്ല. ഞാൻ യേശുവിൻ്റേത് മാത്രമാണ്. ഇന്ന് നമ്മുടെ പ്രശംസാ വിഷയം എന്താണ്? വിദ്യാഭ്യാസം, കുടുംബ പാരമ്പര്യം, സ്ഥാനമാനങ്ങൾ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, ഏറ്റവും കൂടുതൽ പള്ളിക്ക് സംഭാവന ചെയ്യുന്നവൻ, അവയൊക്കെയല്ലേ ലോകപ്രകാരമുള്ള പ്രശംസയിലും ഭക്തി ജീവിതത്തെക്കുറിച്ചുള്ള അഭിമാനത്തിലുമാണ് ജീവിതം നയിക്കുന്നതെങ്കിൽ ഓർക്കുക, ഒരു മാനസാന്തരം ആവശ്യമാണ്. ലോകപ്രകാരമുള്ള എല്ലാ പുകഴ്ചയും ക്ഷണികമാണ്. കർത്താവ് പറഞ്ഞു, തന്നെത്താൻ ഉയർത്തപ്പെടുന്നവനെല്ലാം താഴ്ത്തപ്പെടും. മത്തായി 23:12. സാത്താനെക്കുറിച്ച് പറയുന്നത്, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിന് മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എന്ന 2 തെസ്സലോനിക്കർ 2:4. സ്വയം പ്രശംസിക്കുന്നവൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല, അവനിൽ മാനസാന്തരവുമില്ല. എൻ്റെ പ്രശംസ ക്രൂശിൽ മാത്രമെന്ന് പറയുന്ന മാനസാന്തരപ്പെട്ട അനുഭവമാണ് നമുക്ക് വേണ്ടത്. യേശുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്നവരായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ക്രൂശ് മാത്രം എൻ്റെ പ്രശംസ ആയിരിക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത നൽകിയ ദൈവം. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത നൽകിയ ദൈവം. വല്ലഭ നീ കോട്ട